നമസ്കാരം. ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയവർക്കെതിരെ കേരളം വോട്ട് ചെയ്യും. ഉമ്മൻചാണ്ടിയെ 1-2 വർഷമല്ല 9 വർഷമായി അവർ വേട്ടയാടുകയാണ്. അങ്ങനെ വേട്ടയാടിയവർക്കെതിരെ കേരളം ഇന്ന് വോട്ട് ചെയ്യും. തിരഞ്ഞെടുപ്പ് ദിനത്തിൽ ഏപ്രിൽ 9 പുതുപ്പള്ളി MLA ചാണ്ടി ഉമ്മൻ പറഞ്ഞ വാക്കുകളായിരുന്നു ഇത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ നെഞ്ചേറ്റുകയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയവർക്കെതിരെ കേരളം കൃത്യമായി വിധി എഴുതി കഴിഞ്ഞുവെന്നാണ് UDF പ്രവർത്തകർ അവകാശപ്പെടുന്നത്. ശക്തമായ UDF തരംഗം കേരളത്തിൽ ആഞ്ഞടിക്കുകയാണ്. മാത്രമല്ല, തെരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടത്തിൽ പോലും ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്തെക്കുറിച്ചുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച് സംസ്ഥാന സർക്കാർ പത്രങ്ങളിൽ നൽകിയ പരസ്യത്തിലൂടെയും ഉമ്മൻചാണ്ടിയെ വീണ്ടും അപമാനിക്കാൻ CPM ശ്രമിച്ചെങ്കിലും ജനം അതിന് ചെവി കൊടുത്തില്ല എന്ന് തെരഞ്ഞെടുപ്പ് ഫലം തെളിയിക്കുകയാണ്. ഉമ്മൻചാണ്ടി വികാരം ഈ തെരഞ്ഞെടുപ്പിൽ ജനമനസ്സിലേക്ക് വീണ്ടും എത്തിച്ചത് പത്തനാപുരത്തെ UDF സ്ഥാനാർത്ഥി ജ്യോതികുമാർ ചാമക്കാലയാണ്. ഉമ്മൻചാണ്ടിക്കെതിരായ ചതിപ്രയോഗം ജ്യോതികുമാർ ചാമക്കാല കൃത്യമായി തന്നെ പ്രചാരണ ആയുധമാക്കി. മറിയ ഉമ്മനെ കളത്തിലിറങ്ങി ഉമ്മൻചാണ്ടി വികാരം വീണ്ടും അദ്ദേഹം ചർച്ചയാക്കി. സോളാർ വിവാദത്തിലെ പ്രതിയുടെ കത്തിൽ പേജുകൾ കൂട്ടിച്ചേർത്തതിന് പിന്നിൽ മന്ത്രി KB ഗണേഷ് കുമാർ ആണെന്ന ആരോപണം നിലനിൽക്കെയാണ് പത്തനാപുരത്ത് UDFന് വേണ്ടി വോട്ട് ചോദിച്ച് ഉമ്മൻചാണ്ടിയുടെ മകൾ മരിയ ഉമ്മൻ രംഗത്തെത്തിയത്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഉമ്മൻചാണ്ടി വികാരം കൃത്യമായി പ്രതിഫലിച്ച തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു ഇത്തവണത്തേത്. ഇലക്ഷൻ കമ്മീഷന്റെ ഏറ്റവും ഒടുവിലത്തെ കണക്കുകൾ പുറത്തു വരുമ്പോൾ 5000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജ്യോതികുമാർ ചാമക്കാല പത്തനാപുരത്ത് മുന്നിലാണ്. 10 റൗണ്ടുകളാണ് നിലവിൽ എണ്ണിക്കഴിഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ 5 വർഷമായി പത്തനാപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയായിരുന്നു ജ്യോതികുമാർ ചാമക്കാല. വോട്ടെടുപ്പ് നടക്കാനിരിക്കെയാണ് ഗണേഷ് കുമാറിനെതിരെ പത്തനാപുരം NSS താലൂക്ക് യൂണിയനിലെ പത്മ കഫേ നിർമ്മാണ വിവാദവും ഭാര്യ ബിന്ദു മേനോൻ ഉയർത്തിയ ആരോപണങ്ങളുമെല്ലാം എത്തിയത്. ഇത് വലിയ രീതിയിൽ ചർച്ചയാകുകയും ചെയ്തിരുന്നു. താൻ കൊട്ടാരക്കര വാളകത്തെ വീട്ടിൽ മുന്നറിയിപ്പില്ലാതെ വന്നപ്പോൾ കിടപ്പുമുറിയിൽ ഗണേഷ് കുമാറിനൊപ്പം മറ്റൊരു സ്ത്രീയെ കാണരുതാത്ത സാഹചര്യത്തിൽ കണ്ടെന്നായിരുന്നു ഭാര്യ വെളിപ്പെടുത്തിയത്. ഇതിന്റെ ഫോട്ടോ എടുത്തപ്പോൾ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം സ്റ്റാഫ് തടഞ്ഞ് ഫോൺ പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുമ്പോൾ കയ്യേറ്റത്തിന് മുതിർന്നെന്നും അവർ വെളിപ്പെടുത്തിയിരുന്നു. പത്തനാപുരം താലൂക്ക് യൂണിയൻ പത്മ കഫേ നിർമ്മാണത്തിൽ 4 കോടി വിനിയോഗിച്ചു. ഇതിൽ 3.5 കോടി കരാറുകാരന് നൽകിയെന്നതും സംബന്ധിച്ചായിരുന്നു വിവാദം. പത്മ കഫേ വിവാദം കത്തി നിൽക്കുന്നതിനിടയിലാണ് അദ്ദേഹത്തിന്റെ ഭാര്യ ആരോപണമായി എത്തുന്നതും. മന്ത്രി എന്ന നിലയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ഗണേശന് സാധിച്ചെങ്കിലും ഈ വിവാദങ്ങളൊക്കെ ഗണേശന് തിരിച്ചടിയായെന്ന് വേണം വിലയിരുത്താൻ. എങ്കിലും അവസാന നിമിഷം മുന്നേറ്റമുണ്ടാക്കി ഗണേശന് മുന്നിലെത്താൻ സാധിക്കുമെന്നും LDF ക്യാമ്പ് വിലയിരുത്തുന്നു. 25 വർഷം MLAയും 3 തവണ മന്ത്രിയുമായി പ്രവർത്തിച്ച വ്യക്തിയാണ് KB ഗണേഷ് കുമാർ. 2013 ആദ്യ ഭാര്യ നടത്തിയ വെളിപ്പെടുത്തലിനെ തുടർന്ന് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്ന വ്യക്തി കൂടിയാണ് ഗണേഷ് കുമാർ. അതേസമയം വൻ മുന്നേറ്റമാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ചാണ്ടി ഉമ്മൻ തീർത്തത്. ചാണ്ടി ഉമ്മന്റെ ലീഡ് 47,000 കടന്നിരിക്കുകയാണ്. ഉമ്മൻചാണ്ടി നേടിയ വോട്ടുകളേക്കാൾ മികച്ച ഭൂരിപക്ഷമാണ് അദ്ദേഹം നേടിയത്. നൂറ്റാണ്ടുകാലം ഉമ്മൻചാണ്ടി എന്ന ഒരേയൊരു നേതാവിനെ മാത്രം നിയമസഭയിലേക്ക് അയച്ച ചരിത്രമുള്ള മണ്ഡലമാണ് പുതുപ്പള്ളി. 2023 അദ്ദേഹത്തിന്റെ വേർപാടിനെ തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിലൂടെയാണ് മകൻ ചാണ്ടി ഉമ്മൻ പുതുപ്പള്ളി കോട്ട കാക്കുന്നത്. സംസ്ഥാനത്ത് UDF ഭരണം ഉറപ്പിച്ചതിന് പിന്നാലെ ജനങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് വന്നു. KPCCയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, ശശി തരൂർ എന്നിവർ പങ്കെടുത്തു. ഉച്ചയ്ക്ക് 1 മണിക്ക് വീണ്ടും വാർത്താ സമ്മേളനം നടത്തും. ജനങ്ങളോടുള്ള നന്ദി അറിയിക്കുന്നു. ഫലം വന്ന ശേഷം വിശദമായി പ്രതികരിക്കുമെന്നായിരുന്നു KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പ്രതികരിച്ചത്. സംസ്ഥാനത്തുടനീളം UDF പ്രവർത്തകർ ആഹ്ലാദ പ്രകടനവും ആരംഭിച്ചു കഴിഞ്ഞു.